എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ചൂടൊക്കെ എല്ലാവരുടെയും കുറച്ച് കുറഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. ഇപ്പോൾ കുറേശ്ശെയൊക്കെ വൈകുന്നേരങ്ങളിൽ മഴയൊക്കെ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ ഇവിടെയും മഴയൊക്കെ പെയ്തിട്ടുണ്ട് കേട്ടോ. 2-3 മഴയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ തലേദിവസം മഴ പെയ്തുകൊണ്ട് തന്നെ രാവിലെ എണീക്കുമ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അതിന് പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരു 3-4 വിസിലടിച്ച് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കൂട്ടാനാണ് നമ്മളിന്ന് കാണിക്കുന്നത് കേട്ടോ. അത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ചോറിനും ഒക്കെ കഴിക്കാം. നല്ലൊരു സാമ്പാറാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ദിടിതിപ്പെന്ന്, അതായത് നിമിഷ നേരം കൊണ്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റ് പറയുമ്പോഴോ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. നല്ലൊരു ടിഫൻ സാമ്പാറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് സാമ്പാർ വേറെയൊക്കെ ഉണ്ടാക്കുക പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതുപോലൊരു സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ചോറ് അതിൻ്റെ കൂടെ ഒരു ഉപ്പേരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാൻ നന്നായിരിക്കും. അതുപോലെ തന്നെ ഇഡ്ഡലി, ദോശ ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും പറയുന്നത് ഇത് ടിഫൻ സാമ്പാറാണ്, പക്ഷേ ചോറിൻ്റെ കൂടി നന്നായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഒരുപാട് വഴറ്റി അതുപോലെ സമയം കളയേണ്ട ആവശ്യമില്ല. അതുപോലെ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല കേട്ടോ. അങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെയാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. വലിയ ഉള്ളി വേണം, ഉരുളക്കിഴങ്ങ്, തക്കാളി, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. വെജിറ്റബിൾസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത് മാത്രം വെച്ചിട്ടുള്ള ഒരു ടിഫൻ സാമ്പാറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത് പരിപ്പാണ് കേട്ടോ. ഞാനിതിലേക്ക് ഒരു 3/4 നാഴി നമ്മുടെ പരിപ്പ്, സാമ്പാർ വെക്കുന്ന പരിപ്പുണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതെടുത്ത് നല്ലപോലെ തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു വലിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള വലിയുള്ളിയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു 2-3 തക്കാളി, ചെറുതായ കാരണം ഒരു 3 എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 2 എടുത്താൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ ഒരു 3/4 സ്പൂണ് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവ് നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കും. ഞാനൊരു 3/4 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം നമ്മുടെ ഈ തക്കാളിയും ഉള്ളിയൊക്കെ വെന്ത് വരികയില്ല, മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു, കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലപോലെ തന്നെ കഴുകിയിട്ട് തോലോട് കൂടിയിട്ട് മുഴുവനായി തന്നെ നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ ചേർത്ത പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ നമുക്കത് അടുപ്പിച്ചെടുക്കാം കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ വെന്ത് വരും. അപ്പോൾ അതവിടെ കിടന്ന് വെന്ത് വരട്ടെ കേട്ടോ. അത് വെന്ത് വരുന്ന നേരം കൊണ്ട് തന്നെ ഇതിലേക്ക് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് റെഡിയാക്കാനുണ്ട് കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സാമ്പാറാണ്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറിയുള്ളി എടുക്കുന്നുണ്ട്. അത് ചെറിയ ഉള്ളിയിൽ വലിയ ചെറിയുള്ളി ഉണ്ടാവുമല്ലോ, അതിനെക്കാട്ടി നല്ലത് ചെറിയ ചെറിയുള്ളി എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചെറിയുള്ളി അതെടുത്ത് തൊലിയൊക്കെ കഴിഞ്ഞ് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാം കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കുക്കർ 4 വിസിൽ അടിച്ചെടുക്കും. വളരെ പെട്ടെന്ന് ഇതാ പറയുന്ന നേരത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാമ്പാറാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ ചെറിയുള്ളിയൊക്കെ നല്ലപോലെ തന്നെ നേരാക്കി അതൊരു കുഞ്ഞ് പിടി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നേരാക്കി കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കർ 4 വിസിലടിച്ച് അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം കേട്ടോ. ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നല്ല പോലെ തന്നെ നമ്മുടെ പരിപ്പും തക്കാളി ഉള്ളി എല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. 3 ഉരുളക്കിഴങ്ങ് നമ്മളിത് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതവിടെ ഇരുന്ന് കുറച്ച് നേരം ഒന്ന് തണുക്കട്ടെ കേട്ടോ. ഇതിൻ്റെ തോലൊക്കെ ഒന്ന് എടുക്കണം. അപ്പോൾ ആ നേരം ഒന്ന് തണുക്കട്ടെ. അപ്പോൾ നമ്മളതെല്ലാം മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഈ പരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന്
ഉടച്ചെടുക്കുക കേട്ടോ. നല്ലപോലെ ഉടച്ചെടുക്കണം. നമ്മുടെ പരിപ്പും തക്കാളിയും ഉള്ളിയും എല്ലാം നല്ലപോലെ ഉടച്ചെടുക്കണം കേട്ടോ. നമ്മൾ ആദ്യമേ എന്താ പറയുക കുക്കർ അടയ്ക്കുന്ന സമയത്ത് നമുക്ക് പച്ചമുളക് ആ സമയത്ത് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. പക്ഷേ ഞാൻ ആ സമയത്ത് ചേർത്തിട്ടില്ല. ഞാൻ ഇതിന് ശേഷമാണ് ഇതിലേക്ക് പച്ചമുളക് ചേർക്കുന്നത് കേട്ടോ. പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാണ്. നമ്മൾ ആദ്യമേ ചേർത്തിട്ട് ഇതുപോലെ ഉടച്ചെടുക്കണമെങ്കിൽ അതിനൊരു തനി ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടിഫിൻ സാമ്പാറിന് അധികം പുളി വേണ്ട, എന്നാലും കുറച്ച് പുളിപ്പ് വേണം കേട്ടോ. അപ്പോൾ ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുക്കറിൽ ഇത് വേവിക്കാൻ വെക്കുന്ന നേരത്ത് നമ്മുടെ ഉള്ളി നേരാക്കി എടുക്കുക, അതുപോലെ പുളി വെള്ളത്തിലിടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ കുക്കർ വിസിലടിച്ച് റെഡി ആയിട്ടുണ്ടാകും കേട്ടോ. പുളി കൂടെ ചേർത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 2-3 പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിവിടെ കിടന്നിട്ട് ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നമ്മുടെ പുളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ആ നേരം കൊണ്ട് തന്നെ നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ തോലൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. നല്ല ചൂടുണ്ട്, അതുപോലത്തെ നല്ല പോലെ വേവുന്ന ഉരുളക്കിഴങ്ങ് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ സാമ്പാർ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ തോലെല്ലാം മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പീസായിട്ട് വേണമെങ്കിൽ ഇടാം, ഇല്ല ഇതുപോലെ ഉടച്ചിട്ട് വേണമെങ്കിൽ ഇടാം കേട്ടോ. പീസായി ഇടുന്നതിനെക്കാട്ടിലും ഉടച്ചിട്ട് ചേർക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക നമ്മുടെ സാമ്പാറിന്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള 3 ഉരുളക്കിഴങ്ങും ഇതുപോലെ തന്നെ തൊലിയെല്ലാം കളഞ്ഞ് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ അളവൊക്കെ നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. ഞാൻ ചെറുതായ കാരണം ഒരു 3 എടുത്തിരിക്കുകയാണ്, വലുതാണെങ്കിൽ 1 തന്നെ മതിയാകും കേട്ടോ. അങ്ങനെ നമ്മൾ ഈ 3 ഉരുളക്കിഴങ്ങും തോലെല്ലാം കളഞ്ഞ് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഉടയ്ക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് ഉടച്ച് ഇതാക്കും വേണ്ട, ചെറിയ കഷ്ണങ്ങളായിട്ട് കടിക്കാനുണ്ടെങ്കിലും നന്നായിരിക്കും കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ സാമ്പാറിൻ്റെ പരിപ്പൊക്കെ ഒരുവിധം തിളച്ച് നമ്മുടെ എന്താ പറയുക പുളിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാകും കേട്ടോ. അതിലേക്ക് നമ്മൾ ഉടച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തു. ഇനി ആവശ്യത്തിനുള്ള ചൂടുവെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. വെള്ളം നമ്മൾ കുറച്ച് കൂടുതൽ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതിന് നമ്മൾ പരിപ്പും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഇരിക്കും തോറും കട്ടിയാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇങ്ങനെയുള്ള സാമ്പാറൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസത്തിനും കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ നിറച്ച് ഒരു 2 സ്പൂണ് നമ്മുടെ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാമ്പാറാണ് എന്ന് കേട്ടോ. സാമ്പാർ പൊടി കൂടെ ചേർത്ത് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത്, പിന്നെ നമ്മൾ കായപ്പൊടി കുറച്ചല്ലേ ചേർത്തിട്ടുള്ളൂ, പിന്നെ ഒരു 1/2 സ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത്, പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെല്ലപ്പൊടി കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെല്ലപ്പൊടിയൊക്കെ ചേർക്കണം കേട്ടോ. മധുരം വെല്ലപ്പൊടിയല്ല, നമ്മൾ പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം, മധുരം വേണം നമ്മുടെ സാമ്പാറിന്. അപ്പോൾ അതെല്ലാം ചേർത്ത് നമ്മൾ കുറച്ച് നേരം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഒരു 2 മിനിറ്റ് അങ്ങനെ തിളക്കട്ടെ. ആ നേരം കൊണ്ട് ഇതിലേക്ക് നമുക്ക് കടുക് വറുത്ത് ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കൂടുതൽ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെന്തയം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പൊട്ടി വരുന്ന നേരം കൊണ്ട് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ എന്താ പറഞ്ഞാൽ കുറച്ച് ചെറിയുള്ളി നമ്മൾ എന്താ പറയുക മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് മുമ്പ് ഞാൻ കുറച്ച് ഉഴുന്ന് പരിപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർക്കുമ്പോൾ നമ്മുടെ സാമ്പാറിന് നല്ലൊരു മണവും ടേസ്റ്റുമാണ് കേട്ടോ ഉണ്ടാവാറുള്ളത്. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചെറിയുള്ളി കൂടെ ചേർത്ത് ഒന്ന് വതക്കിയെടുക്കുന്നുണ്ട്. ചെറിയ ചെറിയുള്ളി ആകുമ്പോൾ നല്ലപോലെ എണ്ണയിൽ കിടന്ന് വതങ്ങി നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ ഉള്ളിയിൽ ചെറുത് നോക്കി സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ എണ്ണയിൽ വതങ്ങുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ചെറിയുള്ളി കൂടെ ചേർത്ത് ഇത് ചെറുതായിട്ടൊന്നൊന്ന് കളറ് മാറി വരണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ കഴിക്കുമ്പോൾ. ഇനി നമ്മൾ ഇത് നമ്മുടെ സാമ്പാറിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് വേവിക്കില്ല. അതുകൊണ്ടാണ് ഇതിൽ കിടന്നിട്ട് ഒന്ന് കളറ് മാറി വരണമെന്ന് പറയുന്നത് കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ സാമ്പാർ കുറേ നേരം തിളച്ച് എന്താ പറയുക അതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണം മാറി റെഡിയായി വന്നിട്ട് നമ്മൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിൽ കൂടുതൽ തന്നെ നമ്മുടെ മല്ലിത്തല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ടിഫിൻ സാമ്പാറിന് മല്ലിത്തല ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൂടെ ചേർത്ത് ഒന്ന് നല്ല പോലെ തന്നെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മല്ലിത്തലയുടെ ടേസ്റ്റൊക്കെ അങ്ങനെ സാമ്പാറിൽ ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഉള്ളിയൊക്കെ താളിച്ചിട്ടില്ലേ, അതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന്
മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയുള്ളി എന്തായാലും ചേർക്കണം, മറക്കാണ്ട് ചേർക്കണം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ സാമ്പാർ കഴിക്കുമ്പോൾ കേട്ടോ. അത് നമ്മുടെ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള ടിഫൻ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ സാമ്പാർ ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും അതുപോലെ തന്നെ മസാല ദോശയുടെ കൂടെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചധികം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് 2 ദിവസമായിട്ട് യൂസ് ചെയ്യാൻ വളരെ ടേസ്റ്റായിരുന്നു കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയാണ് കേട്ടോ. നമ്മുടെ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഇഡ്ഡലി ആയാലും ശരി ദോശയായാലും ശരി, നമ്മൾ ഈ തൊട്ട് കഴിക്കുന്നതിനെക്കാട്ടിലും നല്ലപോലെ ഒഴിച്ചിട്ട് കുതിർത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ടിഫൻ സാമ്പാറാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കുന്ന ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ നമ്മൾ അടുപ്പിൽ വെച്ചു, അതൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ തുണിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇഡ്ഡലിയും അതുപോലെ തന്നെ നമ്മുടെ ടിഫൻ സാമ്പാറും നല്ലപോലെ ഒഴിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. മസാല ദോശയുടെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പം നമ്മുടെ ഇഡ്ഡലിയും റെഡി ആയിട്ടുണ്ട്, സാമ്പാറും റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിൽ കൂടുതൽ തന്നെ നമ്മൾ നമ്മുടെ ഇഡ്ഡലിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങല്ല, നമ്മുടെ ഉള്ളി, അത് നമ്മുടെ ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ടല്ലോ, അതിങ്ങനെ ഓരോന്ന് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ചമ്മന്തിയായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഉഴുന്ന് ചമ്മന്തിയാണ് കേട്ടോ. ഉഴുന്ന് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൂടെയാണ് നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കുന്നത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ശരിക്കും പറയുന്നത് നമ്മുടെ സാമ്പാർ തന്നെ ധാരാളമാണ്. ഇതുപോലെ നല്ല പോലെ ഇഡ്ഡലിയിൽ ഒഴിച്ച് നല്ലപോലെ കുഴച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സാമ്പാറൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അശ്വിൻ ഇഡ്ഡലിയും സാമ്പാറും എടുക്കാൻ വരുന്നുണ്ട്. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.